എല്ലാവർക്കും നമസ്കാരം. ഒരു വിമൻസ് ക്രൂനെക്ക് ടീഷർട്ട് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് കിടക്കാം. ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ടെക് പാക്കും BOM ഒക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ് എന്താണെന്ന് സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നു. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ, ഹാഫ് ഇഞ്ച് നെക്ക് റിബ്, ഇവിടെ ടോപ്പ് സ്റ്റിച്ചില്ല, ബാക്ക് നെക്ക് ടേപ്പ് ഉണ്ട്, സ്ലീവ് ഹെം, 5/8 മാർജിൻ, 1/8 ഡബിൾ നീഡിൽ, കെയർ ലേബിൾ പൊസിഷൻ, ടാബ് ലേബിൾ പൊസിഷൻ, മെയിൻ ലേബിൾ പൊസിഷൻ, മെഷർമെൻറ്റ് ചാർട്ട്. ഓക്കെ, ഈ മെഷർമെൻറ്റ് വന്നിട്ട് ഇഞ്ചിലാണല്ലോ കേട്ടോ. എല്ലാവരും നോക്കണം ഇഞ്ചിലാണോ CMലാണോ മെഷർമെൻറ്റ് വരുന്നതെന്ന്. ഓക്കെ, എന്നാൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്രണ്ട് ലെങ്ത്ത് 23.5, ചെസ്റ്റ് 17.25, ബോട്ടം 18. ഓക്കെ, ഇരുപത്തി 17.25 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മൾ സെറ്റ് ഒറിജിൻ സെറ്റ് ചെയ്യുന്നു. അടുത്തത് നമുക്ക് ആവശ്യം നെക്ക് വിത്ത്, നെക്ക് ഡ്രോപ്പ്, ഷോൾഡർ. ഓക്കെ, നെക്ക് വിത്ത് 7.5, 3.25, 4.25, 1, 15. ഓർമ്മ വെച്ചോ, 3.25, 4.25, 1, 15 മൈനസ് 1, 7.5, 15ൻ്റെ പകുതി. അപ്പം നമുക്ക് എല്ലാ മെഷർമെൻറ്റും കിട്ടും. ഈ ആഡ് പോയിന്റിൽ പോയി കൊടുത്ത് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്നതൊക്കെ മൈനസിലും, ക്ലോക്ക് വൈസിൽ പോകുന്ന മെഷർമെൻറ്റൊക്കെ പ്ലസിലും കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ മെഷറിങ് പോയിൻറ്റും കിട്ടും. അപ്പോൾ അടുത്തത് ഷോൾഡറിൻ്റെ സ്ലോപ്പാണ്. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, 20 ഡിഗ്രി, അത് ഞാൻ കൊടുക്കുന്നു. അടുത്തത് വന്നിട്ട് ആം ഹോൾ മെഷർമെൻ്റ് ആണ്. ആം ഹോൾ മെഷർമെൻറ്റ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആം ഹോൾ സ്ട്രൈറ്റ് 7/3/8. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഇവിടെ വയ്ക്കുന്നു, എന്നിട്ട് ഈ പോയിൻ്റ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് ഇത് മൊത്തം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുന്നു. അപ്പം നമുക്ക് 7/3/8 വേണം. 7.375 3/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാനത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹൊറിസോണ്ടൽ കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്കത് ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് 7.38 ആണ് ഉള്ളത്. ഇനി അക്രോസ് ഫ്രണ്ട്, അക്രോസ് ബാക്ക് എന്താണെന്ന് നോക്കാം. അക്രോസ് ഫ്രണ്ട്, അക്രോസ് ബാക്ക് വന്നിട്ട് 5 ഇഞ്ചിന് താഴെ 13.25, 5 ഇഞ്ചിന് താഴെ 13.25. 5 13.75 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അടുത്തത് അക്രോസ് ബാക്ക് നോട്ട് ചെയ്ത് അടുത്തത് ബോട്ടം മെഷർമെൻറ്റ് വേറെയാണ്, 18.5. അപ്പോൾ 18.5 എന്ന് പറയുമ്പോൾ 9.25 വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഷേപ്പ് കൊടുക്കാൻ തുടങ്ങാം. ചെറുതായിട്ട് ഒരു ഷേപ്പ് ഞാൻ കൊടുക്കുന്നു, സ്മൂത്ത് കർവാക്കി മാറ്റുന്നു. അതിനുശേഷം ഷേപ്പുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ബാക്ക് നെക്ക് ഡ്രോപ്പ് എടുക്കുന്നു. ബാക്ക് നെക്ക് ഡ്രോപ്പ് എടുത്തു. അടുത്തത് ഞാനിതിൻ്റെ ഒരു കോപ്പി എടുത്തു, എന്നിട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നു, ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഫ്രണ്ട് നെക്ക് ഡ്രോപ്പും കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്രോസ് ഫ്രണ്ടിന് ഒരു മെഷർമെൻ്റ് ഉണ്ട്, അത് എത്രയാണെന്ന് നോക്കാം. 13.25. അപ്പോൾ 13.25 ഡിവൈഡഡ് ബൈ 2.
ഇപ്പോൾ അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്കും റെഡിയായി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്മൂത്ത് ഷേപ്പിംഗ് കൊടുക്കാം. ആ 2 പാറ്റേൺ എടുത്തു വെച്ചതിന് ശേഷം അപ്പോൾ ഓക്കെ. അടുത്തത് നമുക്ക് സ്ലീവ് വേണം. ഇപ്പോൾ സ്ലീവ് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. 6. സ്ലീവ് ക്യാപ്പ് ഹൈറ്റ് 5.25. ഇപ്പോൾ സ്ലീവ് ലെങ്ത് 6 ഞാൻ കൊടുക്കുന്നു. സ്ലീവ് ഓപ്പൺ 5.25 അതും കൊടുക്കുന്നു. സ്ലീവ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഹെഡ് പോയിൻറ്റിൽ നിന്ന് ബൈസിപ്പ് പോയിൻ്റ് വരയ്ക്കുള്ള മെഷർമെൻറ്റാണ് സ്ലീവ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് എത്ര വേണം? 5 വേണം. അപ്പോൾ അത് നമ്മൾ 5 കൊടുക്കുന്നു. 5 കൊടുത്തതിന് ശേഷം ഈ പോയിൻ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആം ഹോൾ ചുറ്റിയുള്ളത് അളവെടുക്കുന്നു. ടോട്ടലായിട്ട് 16.65 16.65 ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ എടുക്കുന്നു. അപ്പോൾ ഏകദേശം 8.32 വരും. 8.32 വരും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 6.62 ഉള്ളൂ. അപ്പോൾ അത് 8.32 ആകാൻ ഈ -y ഡയറക്ഷനിൽ തന്നെ നമ്മൾ കൊടുക്കാം. 8.25 കിട്ടി. നമുക്കത് മതിയായിരിക്കും. ഇപ്പം നമ്മളെപ്പോഴും ചെയ്തതുപോലെ ചെയ്യുന്നു. ഈ ഒരു പോയിൻ്റ് റിമൂവ് ചെയ്യുന്നു. ഈ 2 പോയിൻ്റ് കർവ് പോയിൻ്റായിട്ട് മാറ്റുന്നു. ലേശം ഷേപ്പ് കൊടുക്കുന്നു. ഇത് സ്മൂത്ത് പോയിൻ്റ് ആക്കുന്നു. ഓക്കെ. ഇപ്പം നമുക്ക് സ്ലീവ് റെഡി. ഇപ്പോൾ ഈ സ്ലീവിൽ എന്തെങ്കിലും ഷേപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ജസ്റ്റ് വിമൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സ്ട്രൈപ്സ് അല്ലെങ്കിൽ സോളിഡ് ആണെങ്കിൽ. സ്ട്രൈപ്സ് ആണെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് നെക്ക് ബാൻഡ്. അറേഞ്ച് നെക്ക് ബാൻഡാണെന്ന് നമ്മൾ അപ്പോഴേ വായിച്ചായിരുന്നു. ഞാൻ അളന്നു. മൊത്തം 10.4 ഉണ്ട്. 10.4 ഞാനിടുന്നു. ഒരു 1 ഇഞ്ച്. ഓക്കെ. എപ്പോഴും പോലെ ഞാനിതിലൊരു 15% മൈനസ് ചെയ്യുന്നു. ഇവിടെ 85 കൊടുക്കുന്നു. അടുത്ത് നമുക്ക് CM അലവൻസിലേക്ക് കിടക്കാം. 0 0 0 0.625 അതായത് 5/8 0.625 0 0.625. ഓക്കെ. ഈ പോയിന്റിൽ കോർണറും കൊടുക്കുന്നു. ഓക്കെ. അടുത്ത എനിക്കിപ്പോൾ ഒരു ഷോൾഡർ ഫോർവേഡ് ഇതിലൊരു 1/2 ഇഞ്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഷോൾഡർ ഫോർവേഡ് 1/2 ഇഞ്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഷോൾഡർ ഫോർവേഡ് ഇടണം ഈ പാറ്റേണിൽ. അതാണ് അടുത്ത 0.5. ഇതാണ്. ഇവിടെയാണ് അപ്പം നമുക്ക് സീം വരേണ്ടത്. ഈ ചുവന്ന വര കാണുന്നുണ്ടല്ലോ അതിൽ.
ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വന്നിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പം എനിക്ക് ഇതാവശ്യമില്ല. ഇത് വന്നിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്യുന്നു. എന്നിട്ട് അസംബ്ലിയിൽ പോയിട്ട് ഏത് അറ്റാച്ച് ചെയ്യണോ, ഏത് 2 പോയിൻ്റ് അറ്റാച്ച് ചെയ്യണോ ആ പോയിൻ്റ് ഞാൻ അറ്റാച്ച് ചെയ്തു. ഓക്കെ, അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ അവിടെ ഒരു നോച്ച് നമുക്ക് തീർച്ചയായും ഇടേണ്ട ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്, ബാക്ക്, സ്ലീവ്, നെക്ക്, ചെക്ക് പീസ്, ഗ്രേഡിംഗ്, edit size set, xs space s space m space l space xl. ജനറേറ്റ് കൊടുക്കുന്നു. നമ്മളിട്ട ബേസ് സൈസ് എസ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ CMLODs ഒക്കെ ഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പാറ്റേൺ എടുത്തുകൊണ്ട് ഇതിൻ്റെ മേലെ വയ്ക്കുന്നു, ഇതും വയ്ക്കുന്നു, ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ഗ്രേഡിങ് കൊടുക്കാൻ പോകുന്നു. ആദ്യം നമുക്കിവിടെ വേണ്ടത് നെക്ക് വിത്താണ്. നെക്ക് വിത്തെല്ലാം 4 ഇഞ്ച്, നെക്ക് ഡ്രോപ്പ് എല്ലാം 1/8, ബാക്ക് നെക്ക് ഡ്രോപ്പും 1/8, അക്രോസ് ഷോൾഡർ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വരാം. .125 കൈയോടെ ഞാൻ ബാൻഡ് ഓൾട്ടർ ചെയ്യുന്നു. 0.25. ഓക്കെ, അടുത്തത് അക്രോസ് ഷോൾഡറാണ്. 14, 15, 15, 16.4, 17, 17.25. .25, 0.375. അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്ക് നോക്കുന്നു. രണ്ട് 0.25, ഒരു 0.375, 2.375. പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഒരു 1/8 ഇഞ്ച്. അടുത്തത് നമ്മളെന്താ നോക്കുന്നത്? ചെസ്റ്റ് 16.75, 17.75, 18.75, അര 1.4, 1.4, 1.5. അപ്പോൾ 2.5, ഒരു 0.625, ഒരു 0.75. ഓക്കെ, അടുത്തത് ലെങ്ത്താണ്. 23, 23, 24, 24, 24.58, 24.75, 24.58. ഓക്കെ, അപ്പം എല്ലാം അറേഞ്ച്. ഇത് മാത്രം 0.125, 1/8 ഇഞ്ചസ്. ഓക്കെ, അടുത്തത് ആമോൾ സ്ട്രൈറ്റ് 7.18, 7.38, 7.4, 8.18, 8.58.
2 കാലിഞ്ചും 2 3/8 2 കാലിഞ്ചും 2 3/8 ഓക്കെ. അടുത്ത സ്ലീവ് ലെങ്ത് 6 3/8 6 6 5/8 6 മുക്കാൽ 7 2 1/8 2 കാലിഞ്ച്. അടുത്തത് സ്ലീവ് ഓപ്പൺ ആണ്. 5 3/8 5 മുക്കാൽ 6 1/8 6 5/8 7 1/8 അതും സെയിം അത് തന്നെയാണ്. ബൈസെപ്പ് മെഷർമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നു. -0.25 -0.375 ഓക്കെ. ഇതൊരു 1/8. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഗ്രേഡിങ് കഴിഞ്ഞു. CM അലൗൺസ് ഗ്രേഡിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ ഫോർവേഡ് ഇതിൽ അധികമായിട്ടുണ്ടാകുന്ന നോക്കി കഴിഞ്ഞാൽ ഷോൾഡർ ഫോർവേഡ് മാത്രമാണ്. പാറ്റേൺ ഓപ്പൺ ചെയ്യാം. ഓക്കെ. അങ്ങനെ ജസ്റ്റ് ഒരു വിമൻസ് ക്രോണക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കി. അടുത്ത ക്ലാസ്സിൽ ഒരു മെൻസ് പോളോ പോകാം. ഓക്കെ, എന്നാൽ ബൈ.